അതെ നിങ്ങളുടെ കാര്യം ചെയ്യുമ്പോഴേ എന്തോ ആ ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ അപ്പുറത്തെ കിണറ്റിലേക്ക് പോകണല്ലേ? വെള്ളം മുകളിലൊന്നും വീടും ആ ഷീറ്റില്. അത് കരിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പുറത്തേക്കോ തെറിച്ചു വെള്ളം മാത്രം വീഴും. ഇലയൊക്കെ അതിനകത്ത് പോകും. ബാക്കി വെള്ളം ഫിൽറ്റർ ചെയ്ത് പല പല ലെയറിൽ ഫിൽറ്ററുള്ള വഴി എത്തിക്കും. മരിച്ച വീട്ടില് ബോഡി എടുത്താൽ അപ്പം തന്നെ അച്ഛൻ പറഞ്ഞത് റീത്തിലും ആ ബൊക്കയിലൊക്കെ പ്ലാസ്റ്റിക് എല്ലാം കീറി മാറ്റിയതിന് ശേഷം ബൊക്കയിൽ പൂ മാത്രം കൊണ്ടുവരാൻ പറയും. നേരത്തെ തന്നെ അച്ഛൻ വർഷങ്ങളായിട്ട് പറയുന്ന ഇവിടെ വന്നപ്പോൾ പറയുന്ന കാര്യമാണ് സിമിത്തേലോട്ട് പള്ളിയിലോട്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരരുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന റൂഫുകളും കംപ്ലീറ്റ് വെള്ളം ഒരു തുള്ളി പുറത്തേക്ക് പോകുന്നില്ല. ഈ കാണുന്ന എല്ലാം ഉപയോഗിക്കാൻ പാടുന്ന പേപ്പർ ഗ്ലാസ് പേപ്പർ പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നിരോധിച്ചൊക്കെയാണ്. നമ്മൾ ആരും ഒരാൾ കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലഭിക്കില്ല. അപ്പോൾ തന്നെ പിള്ളേരെല്ലാവരും നമ്മൾ നിർത്തിയൊക്കെയാണ് പേപ്പർ ഗ്ലാസ് അല്ല. വർഷങ്ങൾ ഇപ്പം നമ്മൾ സോളാർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. നമ്മൾ സോളാറിലാണ് വർക്ക് ചെയ്തത്. ക്രിസ്ത്യൻ സാറിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണിതല്ല. അങ്ങനെ എന്തായാലും ഇവിടെ ഒത്തിരി പേര് പരിസ്ഥിതിയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്ര പേര് ഞങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നതെന്ന് അറിയാം. പഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ടുകളും അത് പലരും കൊണ്ടുപോയി പലർക്കും വിളവെടുത്തൊക്കെ തുടങ്ങി എന്നുള്ളതാണ് സന്തോഷം. അതിന്റെ പിന്നാലെ നമ്മുടെ ഇടവക തിരുനാളിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ഒരു 30,000 പേർക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുന്നതിന്റെ പേരിൽ ഈ വർഷം നമ്മൾ ചേന വാങ്ങിയപ്പോൾ തന്നെ ചേനയ്ക്ക് 60 രൂപ മുകളിൽ വിലയാണ്. ഏറ്റവും വില കൂടിയ സമയമായിരുന്നു. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് അടുത്ത തിരുനാളിന് മുമ്പായിട്ടുള്ള ചേന ഇവിടെ നട്ട് കഴിഞ്ഞു. കുംഭമാസത്തിലെ ചേന നട്ടത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സിമിത്തേരിയുടെ പറമ്പെല്ലാം തരിശായി കിട്ടുന്ന ഭൂമിയെല്ലാം റെഡിയാക്കി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് കൂടിയിട്ട് ചേന നട്ട് ആവശ്യത്തിന് നമ്മുടെ ഈ പള്ളിയിലേക്ക് വരുന്ന ഈ റോഡിന്റെ 2 ഭാഗങ്ങളും ക്ലീൻ ചെയ്തിട്ട് അവിടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന കഴിഞ്ഞ മീറ്റിങ്ങിൽ ചർച്ച വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കോവല് കറിവേപ്പ് ഇതൊക്കെ വേര് പിടിപ്പിച്ച് വെച്ചൊക്കെയാണ്. അതെല്ലാം ആവശ്യമുള്ളവർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഒരു വീട്ടിലൊരു സാമ്പാറിനും അവിയലിനും പറ്റിയ സാധനങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തുടങ്ങുന്നത്. നന്ദി പറയുന്നു. അതോടൊപ്പം അച്ഛൻ്റെ കൂടെ വന്ന ടീമുകൾക്ക്